ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുളക് അച്ചാറാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് മുളക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അധികം എരിവില്ലാത്ത മുളക് വേണം നമ്മൾ മുളക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ. ഇതിനധികം എരിവില്ലാത്തതാണ്. ഇനി നമുക്ക് ഈ മുളകിൻ്റെ തണ്ടൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഞാനിത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. മുളകിൻ്റെ തണ്ടെല്ലാം എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യണം. ഇതേ രീതിയിൽ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യണം. രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റിയാലും കുഴപ്പമില്ല. ഇതേപോലെ അറ്റം വരെ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. മുളകെല്ലാം രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിനായിട്ട് കുറച്ച് മസാല ആവശ്യമുണ്ട്. അതിനായിട്ട് 2 സ്പൂണ് ഉലുവ എടുത്തിട്ടുണ്ട്. 1.5 സ്പൂണ് അയമോദകമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ മുറുക്കിനൊക്കെ ചേർത്ത് കൊടുക്കില്ലേ, അതാണ് കേട്ടോ അയമോദകം. അതേപോലെ 1.5 സ്പൂണ് ജീരകം എടുത്തിട്ടുണ്ട്. 2 സ്പൂണ് പെരുംജീരകം, അത് ഇച്ചിരി കൂടുതൽ എടുക്കണം. നമ്മൾ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. 1/4 സ്പൂണ് മഞ്ഞൾ പൊടി, 2 സ്പൂണ് കടുക്, പിന്നെ ആവശ്യത്തിനുള്ള എണ്ണ എടുത്തിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നോർത്ത് ഇന്ത്യൻ അച്ചാറെല്ലാം ഇടുന്നത് കടുകെണ്ണയിലാണ്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ ഇപ്പം ഞാനിവിടെ ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. നമുക്ക് എള്ളെണ്ണ ഉണ്ടെങ്കിൽ അതിലും ഇത് തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ മസാല എല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കണം. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്നിച്ച് തന്നെ ഇട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ അയമോദകം ഇട്ട് കൊടുത്തു. കൂടെ തന്നെ ജീരകം, കടുക്. ഇനി ഇതെല്ലാം കൂടെ ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. തീ ഒട്ടും കൂട്ടിയിടരുത്. ഇത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ചെറിയൊരു കളർ ചേഞ്ചസ് വന്നിട്ടുണ്ട്, കണ്ടോ? ഈ ഒരു രീതിയിൽ വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത്, ചെറിയ തരിതരാന്ന് തന്നെ പൊടിച്ചെടുക്കണം. ഇനി ഞാൻ ആ പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ എണ്ണ നമുക്ക് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഈ എണ്ണയിൽ നിന്ന് നന്നായിട്ട് ചൂട് കയ്യിൽ തട്ടുന്ന രീതിയിൽ നല്ലതുപോലെ തന്നെ എണ്ണ ചൂടാക്കി എടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായെങ്കിൽ മാത്രമേ നമ്മുടെ അച്ചാർ കേടാവാതിരിക്കത്തുള്ളൂ. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുവാണ്. ഇനി നമുക്കൊന്ന് കുറച്ചൊന്ന് ചൂടാറാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ മസാല എല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് പൊടിച്ചെടുത്തേക്കുന്നത്. ഇനി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലയും എണ്ണയൊക്കെ അടുത്തടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയാം, കുറച്ച് മസാല എടുത്ത് നമ്മൾ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന എണ്ണ ചെറിയ ചൂടോടെ തന്നെ ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കുറച്ചുകൂടെ മസാല ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ മസാലയും ചേർത്ത് കൊടുത്ത് എണ്ണയും ഒഴിച്ചിട്ട് നന്നായിട്ട് മസാല എണ്ണയ്ക്കകത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ഇനി ചൂടാക്കുകയൊന്നും ചെയ്യില്ല. ഈ ഒരു രീതിയിലാണ് നമ്മൾ അച്ചാർ ഇടുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. ഞാൻ കുറച്ച് എണ്ണയും ബാക്കി മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ട് മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അതുകൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ എണ്ണ നല്ല ചൂടെന്ന് പറഞ്ഞാൽ ചെറിയ ചൂടോട് വേണം നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളകുണ്ടല്ലോ, ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. കുറേശ്ശെ മുളക് ഇട്ട് കൊടുത്തിട്ട് ഈ മസാലയും മുളകും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം.
ഈ മുളകിനകത്ത് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മുളക് നമ്മൾ അടുപ്പത്തിട്ട് ചൂടാക്കരുത് ഒരിക്കലും. മുളക് ചൂടാക്കിയാൽ പെട്ടെന്ന് തന്നെ അങ്ങ് വെന്തു പോകും. സാധാരണ നോർത്ത് ഇന്ത്യൻ അച്ചാറൊന്നും ഇതുപോലെ നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയില്ല. ഈ രീതിയിലാണ് എല്ലാ അച്ചാറും, മാങ്ങ അച്ചാറായാലും എല്ലാം ഇടുന്നത്. മാങ്ങ അച്ചാറിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ പിന്നീട് ഇടുന്നതാണ്. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് പോരെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മസാലയും ആവശ്യമാണ് ഇതിന്. മുളകിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് 1 നാരങ്ങയുടെ ജ്യൂസും അതിനകത്തിൽ 1 സ്പൂൺ വിനേഗറൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു 15 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. അപ്പം ഈ മുളകിലേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. എണ്ണയുടെ ചൂടും മാറിക്കിട്ടും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഗ്ലാസിൻ്റെ എയർ ടൈറ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കുന്നതാണ് അച്ചാർ എപ്പോഴും നമുക്ക് നല്ലതായിട്ട് കിട്ടുന്നത്. പൂത്തൊന്നും പോകില്ല. ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ. നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ കഴിക്കാൻ പോകുമ്പോഴേ അവർ ചപ്പാത്തിയുടെ കൂടെ നമുക്ക് ഇതേലെ ഒരു മുളകിൻ്റെ പീസ് കൂടി തരും. നല്ല ടേസ്റ്റാണ് അത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ. പിന്നെ നമ്മൾ ഈ അച്ചാർ ബോട്ടിലാക്കിയ ശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പോഴത്തേക്കും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് മുളകൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വെയിലത്ത് വെക്കണം. ഒരുപാട് കൂടുതൽ ഉണ്ടെങ്കിൽ, നമ്മൾ അച്ചാർ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വെയിലത്ത് വെക്കണം. അപ്പോൾ അത് പൂക്കത്തതൊന്നുമില്ല. അപ്പം ഞാൻ എല്ലാം ഇതുപോലെ നമ്മുടെ കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ. താങ്ക് യു.